ഞാൻ പണ്ട് കുറച്ച് കാലം മുൻപൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഇപ്പോഴും ആ ഗ്രൂപ്പിൽ അംഗമാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഞങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിലൊരു സഹോദരൻ, അദ്ദേഹം എഴുതി മാത്രമേ ഇടത്തുള്ളൂ, അതായത് വോയിസ് അയക്കത്തില്ല, എഴുതി മാത്രം ഇടത്തുള്ളൂ. നല്ല മലയാളമാണ് എഴുതിയിടുന്നത്, എഴുതി നല്ല ഭംഗിയായിട്ടിടും. അതിപ്പോൾ എത്ര വലിയ ആശയമാണെങ്കിലും എത്ര സമയമെടുത്താണെങ്കിലും അദ്ദേഹം എഴുതിയിടും. അപ്പോൾ ഞങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്തു, കാരണം ഇത്രയൊന്നും വായിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ഡ്രൈവിങ്ങിലൊക്കെ ആണെങ്കിൽ ഓഡിയോ ആണെങ്കിൽ നമുക്ക് കേട്ട് മറുപടി കൊടുക്കാം. അപ്പോൾ ചർച്ചകൾ വരുമ്പോൾ ഇതിങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ എഴുതിയിടുന്നത് അവോയ്ഡ് ചെയ്തിട്ട് ഒരു വോയിസ് ഇടാമോ? അപ്പോൾ അദ്ദേഹം തിരിച്ച് വീണ്ടും എഴുതിയിട്ടു, എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്നെ കളിയാക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പലപ്പോഴും ഈ എഴുതുന്ന വാക്കുകളിൽ ചില തെറ്റുകൾ കണ്ടുപിടിക്കാറുണ്ട്. നമ്മളതിൻ്റെ ഉസ്താദാണ്. തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എഴുതുമ്പോൾ പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട്, മലയാളം പ്രത്യേകിച്ച്. കാരണം നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എഴുതുന്നതും തെറ്റായിരിക്കും ഒരു പരിധി വരെ. അപ്പോൾ ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ എൻ്റെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാനത് എഴുതുമ്പോഴും അങ്ങനെ തന്നെ തെറ്റായിട്ട് എഴുതുക. അപ്പോൾ എൻ്റെ തെറ്റ് എൻ്റെ ഭാര്യ കണ്ടുപിടിക്കും. അവൾ പറയുന്നത് ഇത് തെറ്റാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞാനും പലപ്പോഴും ഇത് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ ലെറ്ററുകൾ എഴുതുമ്പോൾ ഇനിയിപ്പോൾ അതിനകത്തൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറയാറില്ല. പക്ഷെ പിന്നീട് ഇദ്ദേഹം എഴുതുന്ന പലതും സെയിം, അതായത് ഭാര്യ എഴുതുമ്പോൾ പുള്ളി ഭാര്യയാണ് എഴുതാറ്. ഇങ്ങനെ ചില വാക്കുകളിൽ റെഗുലറായിട്ട് മിസ്സിങ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഒരിക്കൽ എഴുതുമ്പോഴല്ല, അതിപ്പോൾ ഒരു ലെറ്ററിൽ തന്നെ ഒരു 4-5 പ്രാവശ്യം അതേ തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മൂക്കിന് ചെറിയ പ്രശ്നമുണ്ട്, എൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഞാൻ പോലും അത് മനസ്സിലാവുന്നില്ല, എനിക്ക് പോലും അത് ക്ലിയർ അല്ല, എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും ഞാൻ പറയുന്നത് മനസ്സിലാകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ 2-3 പ്രാവശ്യം നിർബന്ധിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് തുറന്ന് പറയാൻ കൂട്ടാക്കിയത്. സാധാരണ എല്ലാവർക്കും ഉള്ളതല്ലേ നമ്മുടെ ഒരു കുറവ് ആരെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ ആ മൂക്കിൻ്റെ പ്രശ്നമാണ് ചില പ്രൊനൗൺസിയേഷൻ്റെ തെറ്റുകൾ റെഗുലറായി അദ്ദേഹം എഴുതുന്നതിൽ വരുത്തുന്നത്. അതായത് അദ്ദേഹത്തിന് ആ വാക്കുകൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് എഴുതി പോകുന്നത്. പിന്നീട് ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ തിരുത്താൻ പോയിട്ടില്ല. ഞങ്ങൾ എഴുതുന്നത് കുത്തിയിരുന്ന് വായിക്കും. കാരണം ഒരു ദുഃഖം തോന്നി, ഒരു വേദന തോന്നി. കാരണം പുള്ളിക്കാണെങ്കിൽ ദൈവത്തോട് തീരാത്ത കലിപ്പാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിലും ദൈവത്തോട് ഭയങ്കരമായ വിദ്വേഷം അല്ലെങ്കിൽ തീരാത്ത വെറുപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് മനസ്സിലാവും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പാപമൊന്നും അല്ലാതെ, എൻ്റെ കാരണം കൂടാതെ എന്നെ ഈ മുറിച്ചുണ്ടനാക്കി ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവത്തോട് എനിക്കത്ര സ്നേഹമൊന്നുമില്ല. അദ്ദേഹം പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഇനി എൻ്റെ അപ്പൻ്റെ പാപത്തിനാണ് ഞാനിത് സഹിക്കുന്നതെങ്കിൽ, ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ പാപമല്ല. അപ്പം എൻ്റെ അപ്പൻ്റെയോ പിതാക്കന്മാരുടെയോ പാപമാണെങ്കിൽ അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു ദൈവത്തെ ഒട്ട് ഞാൻ സ്വീകരിക്കത്തുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ആൾ ചില വാക്കുകൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ രീതിയിലാണ്, അത് പ്രൊനൗൺസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, അത് എഴുതുമ്പോഴും അതേ തെറ്റ് തന്നെ അദ്ദേഹം വരുത്തുന്നു. ഒരിക്കലും നമുക്കത് തിരുത്താൻ പറ്റത്തില്ല. അത് തിരുത്തുക ഉള്ളതല്ല ഉദ്ദേശം. നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ കേൾക്കുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് പറ്റും? അതേ തെറ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇന്നിപ്പോൾ എൻ്റെ വാക്കുകളിൽ ചിലപ്പോൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, എൻ്റെ പ്രൊനൗൺസിയേഷനിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ നാവിൻ്റെ 2 സൈഡും പൊട്ടിയിരിക്കുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നത്തിൽ എൻ്റെ നാവിൻ്റെ 2 സൈഡും ശരിക്കും പറഞ്ഞാൽ നല്ല സ്ക്രാച്ച് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് വാക്കുകളിൽ എനിക്ക് പോലും തെറ്റ് വന്നേക്കാം. ഇനി ഞാൻ പറയുന്ന തെറ്റ് കേട്ട് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ അതേ തെറ്റ് തന്നെ വേണമെങ്കിൽ ഏറ്റുപാടും, അല്ലേ? നമ്മളെപ്പോഴും ദൈവവചനം പറയുന്നുണ്ട്, ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ ബൈബിൾ എടുത്തു വെച്ച് പരിശോധിക്കണം, അതങ്ങനെ തന്നെയാണോ സംഭവം എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ബെറോവയിലെ അവിടുത്തെ വ്യക്തികൾ നിങ്ങളെപ്പോലുള്ളവരല്ല, അവർ ദൈവവചനം അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണോ എന്ന് ദൈവവചനത്തിൽ പരിശോധിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്തത്? അത് വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തത്.
നമ്മൾ അങ്ങനെ തന്നെ ആകണം. ദൈവവചനം പരിശോധിക്കുകയും അതങ്ങനെ തന്നെയാണോ, അതെയോ ഡസ്റ്റിൻ ബ്രദർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന്, അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന്, അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ദൈവവചനം വളച്ചൊടിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പോലും തെറ്റിൽ വീണു പോകും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അവൻ്റെ കേൾവിയാണ്, അല്ലേ? അവൻ കേൾക്കുന്നത് കറക്റ്റാണെങ്കിൽ, അവൻ്റെ കേൾവി കൃത്യമാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ്റെ ഫോളോ അപ്പും കറക്റ്റായിരിക്കും. നമ്മളെപ്പോഴും അനുദിനം കേൾക്കുന്ന ഒരു വചനമാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അസത്യം നിങ്ങൾ അറിയുകയും ആ അസത്യം നിങ്ങളെ ബന്ധനത്തിലാക്കുകയും ചെയ്യും, അല്ലേ? ശരിയല്ലേ? കറക്റ്റാണോ അല്ലേ? നിങ്ങൾ സത്യമാണ് അറിയുന്നതെങ്കിൽ എന്ത് പറ്റും? ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് മുമ്പിൽ ഒരു വാരിക്കുഴി തീർത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വാരിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടും. കാരണം എനിക്കറിയാം അത് കുഴിയാണ്, അത് പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കും. എന്നാൽ ആ സത്യം ഞാൻ അറിയാതിരുന്നാൽ ഞാൻ അറിയാതെ പോയി ആ കുഴിയിൽ ചാടുകയും ഞാൻ ബന്ധനത്തിലാകുകയും അല്ലെങ്കിൽ ആ കുഴിയിൽ പൊട്ടക്കിണറ്റിൽ ഞാൻ പെട്ടുപോവുകയും ചെയ്യും. ആ വചനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. സത്യം നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങൾ അറിയുന്നത് സത്യമല്ലെങ്കിലോ, അസത്യമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലോ, അസത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിലോ, ആ അസത്യം നിങ്ങളെ എക്കാലത്തും ബന്ധനത്തിലാക്കും, ഒരിക്കലും നിങ്ങളെ വിടുവിക്കത്തില്ല. നമുക്ക് റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുക. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവവചനം പറയാണ്, എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ഇത് പരസ്പരം ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യേശുവിനെ അറിയണമെങ്കിൽ ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കണം. യേശുവിനെ കുറിച്ച് കേട്ടാൽ മാത്രമേ അവനിൽ വിശ്വസിക്കുകയും അവനെ വിളിച്ച് അപേക്ഷിക്കാൻ കഴിയുകയും ചെയ്യത്തുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പലപ്പോഴും നേരായി യേശുവിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ മടിയുള്ളവരാണ് നമ്മുടെ കൂടെയുള്ളവർ. വളഞ്ഞ വഴി മാതാവിലൂടെ ക്രിസ്തുവിലേക്ക്, വിശുദ്ധരിലൂടെ ക്രിസ്തുവിലേക്ക്, മറ്റ് ചടങ്ങുകളിലൂടെ ക്രിസ്തുവിലേക്ക്, അങ്ങനെയാണ് മിക്കവരും പോകുന്നത്. നേരെ യേശുവിൻ്റെ അടുത്തോട്ട് പോകാൻ പലർക്കും ഭയമാണ്. കാരണം അവർക്ക് യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ അവരുടെ സത്യം വെളിപ്പെടും, അവരുടെ ഉള്ളിലുള്ള പാപങ്ങൾ ദൈവവചനത്തിലൂടെ വെളിപ്പെടും. അപ്പോൾ അവരെന്ത് സംഭവിക്കും? സ്വതന്ത്രരാകും. അതുകൊണ്ട് ജനം ഒരിക്കലും ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ദൈവജനം സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചില പ്രബോധകർ സമ്മതിക്കത്തില്ല. നമ്മൾ നേരെ ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ക്രിസ്തു വിടുവിക്കും. അപ്പോൾ സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാതെ വളഞ്ഞ വഴിക്ക് വിശ്വാസമാർഗങ്ങൾ പല രീതിയിൽ അവനെ കൊണ്ടുവരും. പല തരത്തിൽ അവനെ ഞാനൊരു വിശ്വാസിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോകും. അവൻ ഏതെങ്കിലും കാലത്ത് ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുമോ? ചെല്ലുമോ? ഇങ്ങനെ വളഞ്ഞ വഴിക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നേരായ മാർഗത്തിൽ ഒരുവൻ ക്രിസ്തുവിനെ അറിയുകയും പ്രഘോഷിക്കുകയും കേൾക്കുകയും ചെയ്താലേ അവനെ ക്രിസ്തു വിടുവിക്കത്തുള്ളൂ. വീണ്ടും 15-ാം വാക്യം പറയാണ്, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദം എത്രയോ സുന്ദരമാണ്. അതിൻ്റെ 17-ാം വാക്യം വളരെ രസകരമാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗം വളരെ കുറവാണ്, അല്ലേ? യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം വളരെ ലിമിറ്റഡ് ആണ്. പകരം മറ്റു പലതിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, കൊള്ളാം, തൻ്റെ പ്രസംഗമൊക്കെ നല്ലതാണ്, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് നല്ലതാണ്, യേശുവിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്, പക്ഷേ മാതാവിനെ കൂട്ടുപിടിക്കാതെ നീ ഒരിക്കലും നന്നാവത്തില്ല, നീ ഒരിക്കലും നന്നാവത്തില്ല, നിൻ്റെ പ്രസംഗം ശരിയാകത്തില്ല, പ്രസംഗം പൂർത്തിയാകത്തില്ല. കാരണം മാതാവിനെ കൂട്ടുപിടിച്ചേ പറ്റൂ. ഇവിടെ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അപ്പം എൻ്റെ പ്രസംഗം ആരെക്കുറിച്ചുള്ളതായിരിക്കണം? ഞാൻ മാതാവിനെ പ്രസംഗിക്കണോ, ക്രിസ്തുവിനെ പ്രസംഗിക്കണോ? ഞാൻ വിശുദ്ധരെ പ്രസംഗിക്കണോ, ക്രിസ്തുവിനെ പ്രസംഗിക്കണോ? ഞാൻ സഭയെ പ്രസംഗിക്കണോ, ക്രിസ്തുവിനെ പ്രസംഗിക്കണോ? ഏതാ പ്രസംഗിക്കണ്ടേ? സഭയുടെ മജിസ്റ്റീരിയത്തെക്കുറിച്ചോ സഭയുടെ കാര്യങ്ങളോ വിശ്വാസ സംഹിതകളോ അതാണോ ഞാൻ പ്രസംഗിക്കേണ്ടത്? അത് ക്രിസ്തുവിനെയാണോ പ്രസംഗിക്കേണ്ടത്? അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ദൈവവചനം പറയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് ഒരുവനെ
വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ കേൾക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചല്ലെങ്കിൽ അവൻ ഒരിക്കലും വിശ്വാസിയാകത്തില്ല. പകരം വിശ്വാസി എന്ന തെറ്റിദ്ധാരണ അവനിൽ ഉളവാക്കുമെന്നല്ലാതെ ഒരിക്കലും അവനൊരു യഥാർത്ഥ വിശ്വാസിയായി മാറ്റപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് തന്നെ യേശുവിൻ്റെ നാമത്തെ വളച്ചൊടിക്കും. എന്തുമാകാം എന്ന രീതിയിൽ സുവിശേഷത്തെ മാറ്റിമറിക്കും. നിങ്ങൾ എന്തും വിശ്വസിച്ചോ, നിൻ്റെ വിശ്വാസം നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ പ്രസംഗകരുണ്ട്. സെക്യുലർ പ്രസംഗങ്ങളുണ്ട് അല്ലേ? സെക്യുലാരിറ്റി എന്താണ്? എല്ലാ ദൈവവും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. നീ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും രക്ഷ പ്രാപിക്കും എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. ഏത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്തും ചെയ്താലും നീ ദൈവരാജ്യത്തിലെത്തും, സ്വർഗം നീ പ്രാപിക്കും എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിൽ നിന്നാണോ? ആണോ? യേശു പറഞ്ഞു ഏക രക്ഷ അവനിൽ മാത്രമാണ്. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുവിൻ, നീ രക്ഷ പ്രാപിക്കും. ഇങ്ങനെയല്ലാതെ ഈ വിശുദ്ധ ബൈബിളിൽ നിനക്ക് തോന്നുന്നത് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് ഒരൊറ്റ വാക്യത്തിൽ പോലുമില്ല. യേശുവിൽ തന്നെ വിശ്വസിക്കണം, യേശുവിനെ തന്നെ അംഗീകരിക്കണം, യേശുവിനെ തന്നെ കേൾക്കണം. ഇതല്ലാതെ മറ്റൊരു കാര്യമില്ല. അപ്പം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ സുവിശേഷം, സത്യസുവിശേഷമാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാകും പ്രസംഗിക്കുന്നവൻ സത്യമാണോ തിന്മയാണോ തെറ്റാണോ പ്രസംഗിക്കുന്നത്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്കൊരു മാനദണ്ഡം വേണമല്ലോ. ഇവർ ക്രിസ്തുവിൻ്റെ പേര് പറയും, യേശുവിൻ്റെ നാമം പറയും, ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യും, പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കൃപാസനത്തെ നമ്മൾ ശക്തമായി എതിർക്കാറുണ്ട്. കൃപാസനം ക്രിസ്തീയമല്ല. പക്ഷെ ഒരു ക്രിസ്ത്യാനി കൃപാസനത്തിൽ ചെന്നാൽ അവിടെ കാണുന്നത് അവിടെയും സുവിശേഷ പ്രസംഗമാണ്, അവിടെയും ഉപയോഗിക്കുന്നത് ഇതേ ബൈബിള് തന്നെയാണ്. അവിടെ വിശുദ്ധ കുർബാനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആരാധനകളുണ്ട്. പ്രകടമായി നോക്കിയാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രഘോഷിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇതാണ് ശരി, ഇത് തെറ്റാണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു മാനദണ്ഡം പറഞ്ഞേ. ഇവർ പറയും എങ്ങനെ പറയാൻ പറ്റുക? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമാണെങ്കിൽ അല്ല, അവർ ക്രിസ്തുവിൻ്റെ പേര് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ നാമം അവർ ഉപയോഗിക്കുന്നുണ്ട്, വിശുദ്ധ ബൈബിൾ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്, വചനം തന്നെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജമീൻ ബ്രദർ എന്തോ പറയാൻ വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ അവരിലുണ്ടോ എന്ന് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രദറിൻ്റെ ചിരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്ന എന്തൊരു നല്ലൊരു മറുപടി കിട്ടുമെന്ന് മനസ്സിലായി. കുഴപ്പമില്ല, നല്ല മറുപടിയാണ്. ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ അവരിലുണ്ടോ എന്ന് നോക്കണം. നമ്മൾ അവിടെ നോക്കുമ്പം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ അച്ഛന്മാരും ക്രിസ്തുവിൻ്റെ ക്യാരക്ടറുള്ളവരാ. അല്ലാത്തവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു 70-80% പുരോഹിതരും ക്രിസ്തുവിൻ്റെ ക്യാരക്ടറാണ്. വളരെ സ്നേഹമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് ശക്തമായ തർക്കങ്ങൾ വരുമ്പോൾ എൻ്റെ വാക്കുകൾ കുറച്ച് പ്രൊവോക്കിംഗ് ആയി പോയിട്ട് പോലും ആ സംയമനത്തിൽ, സ്നേഹത്തിൽ ഒരല്പം പോലും താഴോട്ട് പോകാത്ത പുരോഹിതരെ എനിക്കറിയാം. പക്ഷെ അവർ പറയുന്നത് സുവിശേഷമല്ല, ക്രിസ്തുവിൻ്റെ വചനമല്ല, സത്യസുവിശേഷമല്ല. ക്യാരക്ടർ അവരുടെ പെർഫെക്റ്റാണ്, ഒരു മാറ്റവും ഇല്ല അല്ലേ? ഒത്തിരി പുരോഹിതരെ എനിക്കറിയാം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഒരിക്കലും അവരുടെ ക്യാരക്ടറിൽ അവർക്കൊരു മോശം കാണാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവരുടെ പേഴ്സണലി ഉള്ള പ്രവൃത്തി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അത് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. പക്ഷേ അവർ പൊതുജനത്തോടുള്ള ക്യാരക്ടർ എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഒരു കുറവുണ്ടാകത്തില്ല. അപ്പോൾ ക്യാരക്ടർ വെച്ച് മാത്രം നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 20-ാം വാക്യം നിങ്ങൾ വചനം എടുത്ത് പരിശോധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിച്ച വാക്കാണിത്. അവൻ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ദൈവവചനമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, യേശു ആഗ്രഹിച്ച തരത്തിൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച തരത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നതെങ്കിൽ അവിടെ അടയാളങ്ങൾ കൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തെ ദൈവം സ്ഥിരീകരിക്കും അല്ലേ? അങ്ങനെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്? അവർ പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം
സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോഴൊരു കൺഫ്യൂഷൻ വരിക. ഓക്കെ, അടയാളങ്ങൾ കൊണ്ട് ദൈവം വചനത്തെ സ്ഥിരീകരിച്ചു. ഉദാഹരണം നമ്മൾ അതേ സ്ഥലം തന്നെ എടുക്കുക, കൃപാസനം. അത്ഭുതവും അടയാളമുണ്ടോ? അടയാളമുണ്ടോ? ആവശ്യത്തിലധികം അല്ലേ? നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ, പത്രം പിടിച്ചു നോക്കിയേ, പത്രത്തിൽ അടയാളവും അത്ഭുതം മാത്രമേ ഉള്ളൂ. ഒന്നും അറിയാൻ പാടില്ലാത്ത, എട്ടും പൊട്ടും തിരിച്ചറിയാൻ പാടില്ലാത്ത ടീച്ചർ വരെ ഇതാ കേട്ടക്ക് പാസ്സാകുന്നു മുഴുവൻ മാർക്കോടുകൂടെ. ABCD അറിയാൻ പാടില്ലാത്തവൻ IELTS OETയും പാസ്സാകുന്നു. ഒന്നും പഠിക്കണ്ട, നിങ്ങൾ പോയി കൃപാസനത്തിൽ ഉടമ്പടി എടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിജയിച്ചിരിക്കും. ഇനി അങ്ങനെ ആരെങ്കിലും MBBS എടുത്തോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 5 വർഷം MBBS പോകാതെ പഠിക്കാതെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ട് MBBS എടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയുടെ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെള്ളക്കോട്ടൊക്കെ ഉണ്ടാവും, മറ്റേ സ്റ്റെതസ്കോപ്പൊക്കെ ഉണ്ടാവും. അവൻ പറയുന്ന മരുന്നൊക്കെ കഴിച്ചതിന് എന്ത് വരും എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് അടുത്ത തലമുറയുടെ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഹോസ്പിറ്റലാണെന്ന് ഏറ്റവും വലിയ കൃപാസനത്തിൻ്റെ കച്ചവടം നടക്കുന്ന സ്ഥലം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം രാജഗിരി ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞപ്പം അതിൻ്റെ ലിഫ്റ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു എമർജൻസി പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളൊക്കെ ഒതുങ്ങി ഇന്ന് എമർജൻസി പേഷ്യൻറ്റിനെ തള്ളിക്കയറ്റി. അപ്പോൾ ഞാനിങ്ങനെ ആ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ ശ്വാസമുണ്ടെന്ന് തോന്നുന്നു. ജീവശ്വാസം ഇല്ലാത്തവരെന്നതിന് എന്തായാലും അവിടെ ഇടില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു അനക്കവും എനിക്ക് കാണുന്നില്ല ഫിസിക്കലി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കൗതുകം തോന്നിയത്, അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ താഴെ കൃപാസനം പത്രം ഇങ്ങനെ തിരികെ വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ കാണുക. അത് കഴിഞ്ഞ് ഞാൻ ആ പേഷ്യൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡർ നോക്കി. അദ്ദേഹത്തിൻ്റെ ആ അമ്മച്ചിയുടെ കയ്യിലും കാലിലും തലയിലും എല്ലായിടത്തും നമ്മുടെ കൃപാസനം രൂപം എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ രോഗി രക്ഷപ്പെട്ടിരിക്കും. ജീവൻ ഉണ്ടായാലും മരിച്ചാലും ആ രോഗിയുടെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകത്തില്ല അതെനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി മനസ്സൊന്ന് തുറന്നതാണ്. പിന്നെ മനസ്സിലായി ഇതിനെ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സൗഖ്യമുണ്ട്, അടയാളമുണ്ട്, അത്ഭുതമുണ്ട്. ആ പത്രം മുഴുവൻ അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. അതിനകത്ത് എനിക്ക് കൗതുകകരമായ ഒരു അത്ഭുതം ഞാൻ കണ്ടത്, താണുപോയ JCB, പാടത്ത് താണുപോയ JCB, പല വാഹനങ്ങൾ വെച്ച് വലിച്ച് കയറ്റാൻ നോക്കിയിട്ടും കയറാത്ത JCB, ഒരു കൃപാസനത്തിൻ്റെ കാശുരൂപം ആ കയറയിൽ ഞങ്ങളൊന്ന് കെട്ടി ഒന്ന് വലിച്ചു. JCB ദാ നിമിഷ നേരം കൊണ്ട് മുകളിൽ വന്നു. അതാണ് ആ കാശുരൂപം, അത്ഭുത കാശുരൂപം. ഒരു JCBയുടെ വെയിറ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാശുരൂപത്തിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ എന്നെ കളിയാക്കിയതല്ല, കളിയാക്കിയതായി നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അത് സ്വാഭാവികം മാത്രം, എൻ്റെ കുറ്റമല്ല അത്. ഇതാണ് അത്ഭുതം. അപ്പോൾ അത്ഭുതവും അടയാളം അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് സത്യസുവിശേഷമാണോ? ഇവിടെയും അത്ഭുതമുണ്ടല്ലോ, ഇവിടെയും അടയാളം സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് സത്യസുവിശേഷമാണോ അല്ലയോ എന്ന്? നമുക്ക് എങ്ങനെ തിരിച്ചറിയേണ്ടി വരും? പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഫറവോ നിങ്ങളോട് ഒരു അടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹറോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുൻപിലിടുക എന്ന് പറയണം. ഇതേ കൺഫ്യൂഷൻ തന്നെ വിശ്വാസ സമൂഹത്തിന് ഇന്നുള്ള അതേ കൺഫ്യൂഷൻ തന്നെ ഫറവോയെ അടുത്തേക്ക് മോശയെ വിടുമ്പോൾ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരണമെന്ന് കൽപ്പിക്കാൻ മോശയെ ഫറവോയുടെ അടുത്തേക്ക് വിടുമ്പോൾ അതേ കാര്യം തന്നെ അവിടെ സംഭവിക്കുകയാണ്. ദൈവത്തിനറിയാം. മോശയോട് ചോദിക്കും, നീ ആരാണ്? എന്തടയാളമാണ് നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുക? ഫറവോയോട് നിങ്ങളോട് ഒരു അടയാളം ചോദിച്ചാൽ നീ ഇങ്ങനെ പ്രവർത്തിക്കണം, നീ വടി താഴെ ഇടണം. വടി എന്ത് സംഭവിക്കും? പാമ്പായി മാറും. അപ്പോൾ അവൻ വിശ്വസിക്കും. അല്ലേ? അതല്ലേ സംഭവം? വായിക്കാം 10-ാം വാക്യം. അത് സർപ്പമായി മാറും. മോശയും അഹറോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹറോൻ വടി ഫറവോയുടെയും സേവകരുടെയും മുൻപിൽ ഇട്ടു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ വിഘ്നന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു. അപ്പോൾ അടയാളവും അത്ഭുതവും അവനും പ്രവർത്തിക്കും, ദൈവവും പ്രവർത്തിക്കും. അല്ലേ? അതായത് ദൈവം അടയാളം പ്രവർത്തിക്കും, അത്ഭുതം പ്രവർത്തിക്കും. ദൈവവചനത്തിലൂടെ അത്ഭുതം പ്രവർത്തിച്ച് ദൈവം സ്ഥിരീകരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സത്യവചനമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ അവിടെ അത്ഭുതവും അടയാളങ്ങളും കൊടുത്ത് ഞാൻ അതിനെ സ്ഥിരീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ദൈവവചനം ആഴത്തിൽ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതേ അത്ഭുതം, ഇതേ അടയാളം ആരും ചെയ്യുന്നുണ്ട്? സാത്താനും മന്ത്രവാദികളും അവൻ്റെ ആരാധകരും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെ ഫറവോയുടെ മുൻപിൽ അവരുടെ മന്ത്രവാദികളും വിജ്ഞന്മാരും ഇതേ കാര്യം തന്നെ ചെയ്തു. മോശ ചെയ്ത അതേ പ്രവൃത്തി തന്നെ അവരും ചെയ്തു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. പിന്നീടുള്ള കാര്യം നമുക്കറിയാം. മോശയുടെ വടി മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. എന്ന് വെച്ചാൽ അവസാന വിജയം
ദൈവവചനത്തിന് മാത്രമേ, സത്യത്തിന് മാത്രമേ വിജയിക്കാനും എന്നേക്കും നിലനിൽക്കാനും കഴിയൂ. മറ്റുള്ളതിന് ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ. ചില അത്ഭുതങ്ങൾക്ക് ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ. ചില അടയാളങ്ങൾക്ക് ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നുമാണ് നീ അത്ഭുതവും അടയാളവും ദർശിച്ചതെങ്കിൽ അത് എല്ലാ കാലവും എവർലാസ്റ്റിംഗ്. നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ ദൈവം നിലനിർത്തുന്ന കാലത്തോളം ദൈവിക അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് ദൈവവചനത്തിലൂടെ ഒരുവന് സൗഖ്യം കിട്ടിയാൽ, ക്രിസ്തുവിലൂടെ ഒരുവന് അത്ഭുതം പ്രവർത്തിച്ചു കിട്ടിയാൽ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. മറ്റേതും ചെയ്യും, മറ്റേതും നടത്തും. ഇനി അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിൽ അപ്പസ്തോലികമായി ദൈവവചന സുവിശേഷത്തിൻ്റെ സത്യമായ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച രീതിയിലാണ് ഇന്ന് അത്ഭുതം നടക്കുന്നതോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു പല സ്ഥലത്തും അത്ഭുതം നടക്കുന്നുണ്ട് അല്ലേ? വേളാങ്കണ്ണി പോകുമ്പോഴും അത്ഭുതമുണ്ട്. ഈ പറയുന്ന ലോകത്തുള്ള സകല സ്ഥലത്തും അത്ഭുതം നടക്കുന്നുണ്ട്, ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ കേരളത്തിലുള്ള അന്യ ആരാധന കേന്ദ്രങ്ങളിലും അത്ഭുതം നടക്കുന്നുണ്ട് ഇല്ലേ? മറ്റ് ആരാധകരുടെ അടുത്ത് ചെന്നാലും അത്ഭുതം നടക്കുന്നില്ലേ? മന്ത്രവാദികളുടെ അടുത്തും അത്ഭുതം നടക്കുന്നില്ലേ? ബ്രദർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നു അവിടെ നടക്കുന്ന. കാരണം അതിന് പോയി റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്ഭുതം എവിടെ നടക്കും? എല്ലാ സ്ഥലത്തും നടക്കും. ആ അടയാളവും നടക്കും. ഇനി ആ അടയാളങ്ങളിൽ നിന്നും നമുക്ക് വിവേചിച്ചറിയാൻ പറ്റണം, ഇത് യഥാർത്ഥ സത്യദൈവത്തിൻ്റെ അടയാളമാണോ, ദൈവവചനത്തിൻ്റെ സ്ഥിരീകരണത്തിന് ദൈവം നൽകുന്ന അടയാളമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഒരു സുവിശേഷം അപ്പസ്തോലികമാണെങ്കിൽ, അവൻ അപ്പസ്തോലനാണെങ്കിൽ അപ്പസ്തോലൻ്റെ അടയാളം എന്താണെന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ദൈവം അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇന്ന് നമ്മൾ കാണുന്ന വ്യക്തികൾ, നമ്മൾ കാണുന്ന സുവിശേഷകർ അപ്പസ്തോലിക പാരമ്പര്യമോ അപ്പസ്തോലിക സുവിശേഷമോ ആണോ പ്രസംഗിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഒരു മാനദണ്ഡം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് ദുബായി പോയി കഴിഞ്ഞപ്പം, ദുബായിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു പയ്യൻ, ഒരു പാകിസ്ഥാനി പയ്യൻ നിൽക്കുക. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഫോൺ, ഐഫോൺ ചീപ്പ് റൈറ്റ്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് വാങ്ങി നോക്കി, ഐഫോൺ കൊള്ളാം, ചീപ്പ് റൈറ്റ്. എനിക്ക് തോന്നുന്നു ഐഫോൺ 40 ആണെന്ന് ഇറങ്ങിയിരിക്കുന്നത്. അന്ന് 40 ആണോ 50 ആണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അന്നത്തെ ലേറ്റസ്റ്റ്, അന്ന് ഉള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഫോൺ ഞാൻ നോക്കി, മറച്ചും തിരിച്ചും നോക്കി, എല്ലാ രീതിയിലും നോക്കി. ഞാൻ ചോദിച്ചു എത്ര പൈസ തരണം? 25,000. ഞാൻ അത്ഭുതപ്പെട്ടു. 25,000 എടാ, 1,00,000 രൂപ മേളിൽ വരുന്ന ഈ ഫോണിന് ഇവൻ ഒരു 25,000 രൂപ മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ലയിടത്ത് കട്ടെടുത്ത് കൊണ്ടുവന്ന ഫോണായിരിക്കുമോ? ഞാൻ നോക്കി, വീണ്ടും തിരിച്ചു മറിച്ചും നോക്കി, ഇല്ല, എല്ലാം പെർഫെക്റ്റ്. അതിൻ്റെ വർക്കിംഗ് നോക്കി, അതും പെർഫെക്റ്റ്. എവറിത്തിങ് ഈസ് ഗുഡ്, എല്ലാം അടിപൊളി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുബായിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വന്നു. അവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള, കാര്യങ്ങളെക്കുറിച്ച് നല്ല പരിചയമുള്ള, IT-യിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സഹോദരൻ വന്നു. ചോദിച്ചു, വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ഒരു ഐഫോൺ വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. 25,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അവർ പറഞ്ഞു, കുഴപ്പമില്ല, സംഭവം ചൈനയുടെയാണ്, ഡൂപ്പാണ്, കോപ്പിയാണ്. നീ എത്ര നോക്കിയാലും അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, രണ്ടും ഒരുപോലെ ഇരിക്കും. 2 ഫോൺ വെച്ചാലും ഒരുപോലെ ഇരിക്കും, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്താലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഏകദേശം എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ കോപ്പിയാണ്, ഒറിജിനലിനെ വെല്ലുന്ന കോപ്പിയാണ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അവന്മാർക്ക് അറിയാലോ, IT-യിൽ പരിചയമുള്ളവർക്ക് നമ്മൾ പോകുന്ന പോലെയല്ല. അവരതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ എടുത്ത് ഐഫോണിൻ്റെ iOS-ൻ്റെ സംഭവങ്ങൾ എടുത്തിട്ട് അതിൻ്റെ വെർഷൻ എടുത്ത് അവൻ്റെ ഐഫോണും കൂടി കമ്പാരിസൺ ചെയ്തിട്ട് വെച്ചിട്ട് കാണിച്ചു, ഇന്ന വ്യത്യാസങ്ങളുണ്ട്, ഇതിവിടെ മനസ്സിലാകും. അതൊരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കങ്ങനെ നോക്കാനൊട്ട് അറിയത്തുമില്ല അത്ര ദീർഘമായി. ഞാൻ ആലോചിച്ചു, അവൻ ഇറങ്ങി വന്നില്ലെങ്കിൽ എൻ്റെ 25,000 ഗോവി അല്ലേ, അപ്പം തന്നെ തീർന്നു പോയേനെ. എനിക്ക് കാര്യം മനസ്സിലായി. നമ്മളും പലപ്പോഴും എങ്ങനെയാണ് അപ്പസ്തോലനെ മനസ്സിലാക്കണം, അപ്പസ്തോലിക സുവിശേഷത്തെ തിരിച്ചറിയണം. എന്നാൽ അപ്പസ്തോലന്മാരുടെ മുഖംമൂടി അണിഞ്ഞവരെയും നമ്മൾ ശ്രദ്ധിക്കണം, തിരിച്ചറിയണം. എങ്ങനെ അറിയാൻ പറ്റും
അതിനൊരു മാനദണ്ഡമുണ്ട് അല്ലേ? എല്ലാ ഫോണിനും അതിൻ്റെ ഒരു എബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ്, അത് ഇന്നതാണ്, ഇന്ന വെർഷനാണ്, അത് ഇന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അതെടുത്ത് നോക്കിയിട്ടാണ് ഇത് രണ്ടും വെച്ച് കമ്പാരിസൺ ചെയ്തിട്ട് മനസ്സിലായത്. അതുപോലെ അതേ മാനദണ്ഡം തന്നെ നമ്മൾ അപ്പസ്തോലിക സുവിശേഷത്തിനുമുണ്ട്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 3:14 നമ്മൾ വായിക്കാം. 3:14 വായിക്കാം. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും. അപ്പോൾ ദൈവം ഒരു അപ്പസ്തോലനെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, അപ്പസ്തോലൻ ആരോടുകൂടി ആയിരിക്കണം? ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. ആരോടുകൂടി ആയിരിക്കണം? ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിൽ നിന്ന് ആയിരിക്കണം അവൻ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിനെ ആയിരിക്കണം അവൻ പ്രൊമോട്ട് ചെയ്യേണ്ടത്. യേശുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അവൻ മുൻപിൽ നിർത്താൻ പാടില്ല. കാരണം അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. വേറെ ആരുടെയും കൂടെ ആയിരിക്കാൻ പാടില്ല. ആരുടെ കൂടെ ആയിരിക്കാൻ പാടില്ല? മറ്റൊന്നിൻ്റെയും കൂടെ ആയിരിക്കാൻ പാടില്ല. മാതാവിലൂടെ ക്രിസ്തുവിലേക്കോ വിശുദ്ധരിലൂടെ ക്രിസ്തുവിലേക്കോ വളഞ്ഞ വഴി ആയിരിക്കരുത്. നേരായ മാർഗത്തിലായിരിക്കണം അവൻ ആയിരിക്കേണ്ടത്. ക്രിസ്തുവിൽ ആയിരിക്കണം, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. അല്ലേ? യേശുവിനോട് കൂടെ നടക്കണ്ടേ? സ്നാപയോഹന്നാനോട് കൂടെ നടന്നാൽ ശരിയാവുമോ? യേശുവിൻ്റെ കൂടെ നടക്കണ്ടേ? അപ്പസ്തോലന്മാർ യേശുവിന് കൂടെ അല്ലേ നടക്കേണ്ടത്? അതെ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനും. അടുത്തത്, പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ആരെയാണ് പ്രസംഗിക്കേണ്ടത്? ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. യേശുവിനെ പ്രസംഗിച്ചോണം, മറ്റൊരുവനെയും പ്രസംഗിക്കരുത്. അടുത്തത്, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ആണെങ്കിൽ അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കും. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ നടക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു അധികാരം അവന് ലഭിക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള ഒരു അധികാരം കൂടെ അവനുണ്ടാകും. ഈ ക്രിസ്തുവിനോട് കൂടെ അല്ലാത്തവന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ബഹിഷ്കരിക്കാൻ പറ്റുമോ? ഭോ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് പറയും നീ പോടാ പിശാചെന്ന് തിരിച്ചിങ്ങോട്ട് പറയും. അങ്ങോട്ട് പോകുന്ന സാധനം അങ്ങനെ തന്നെ ബൗൺസ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരും. ദൈവവചനം പറയുക ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം, ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. അപ്പോൾ അവന് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള കഴിവ് കിട്ടും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്ന മറ്റൊരു ആലയത്തിൽ ഞങ്ങൾ പോയി. അവിടെയും കുറേ പേര് ചങ്ങലയൊക്കെ ഇട്ട് പിശാചുക്കളുടെ ഭൂതബാധ പ്രേത ബാധയുള്ളവരെയൊക്കെ ഒഴിപ്പിക്കുന്ന ചടങ്ങുകൾ ഞങ്ങൾ അവിടെയും കണ്ടു. ചില മന്ത്രവാദികളും പിശാചുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. യേശു പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ യേശുവിൻ്റെ മുൻപിൽ വന്ന യഹൂദർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? നീ ബെത്സബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ യേശു വ്യക്തമായിട്ട് പറഞ്ഞു അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പിശാചിൻ്റെ തലവൻ പിശാചിനെ ബഹിഷ്കരിക്കുമോ? അങ്ങനെയെങ്കിൽ അവൻ്റെ രാജ്യം തകർന്നു പോകും. അതുകൊണ്ടൊരിക്കലും പിശാചിനെ യഥാർത്ഥമായി പിശാചുക്കൾ ബഹിഷ്കരിക്കത്തില്ല. അപ്പോൾ ദൈവവചനം പറയാണ് ഈ 3 ക്വാളിറ്റി അപ്പസ്തോലന്മാർക്കുണ്ടാകണം. സുവിശേഷം പ്രസംഗിക്കണം, ക്രിസ്തുവിനെ ആയിരിക്കണം പ്രഘോഷിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം. ഇന്ന് എത്ര പേരുണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്നവർ? പിശാചിനെ തൊടാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38ഉം 39ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു യോഹന്നാൻ ഇച്ചിരി അസൂയുള്ളവനാ എന്നെ പോലെ. എനിക്ക് ഭയങ്കര അസൂയ. ആരും അങ്ങനെ കാശുണ്ടാക്കുന്നത് കാണുന്നത് എനിക്കത്ര സന്തോഷമില്ല. അല്ലേ? കൃപാസനം ജോസഫ് അച്ഛൻ പുത്തനുണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്കത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ കൃപാസനത്തെ എതിർക്കുന്നത്, അല്ലേ? സ്വാഭാവികമാണല്ലോ. അപ്പം എന്നെപ്പോലെ യോഹന്നാനും ചില അസൂയ ഉണ്ടായിരുന്നു, അല്ലേ? അവിടെ യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. എന്നെ സംബന്ധിച്ച് ഈ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും ഭയങ്കര സ്നേഹമുള്ളതും എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് ഏറ്റവും വിലപ്പെട്ട ഒരു ദൈവവചനമായിട്ടാണ് ഞാൻ ഈ വാക്യത്തെ ഉപയോഗിക്കുന്നതും എടുക്കുന്നതും കാണുന്നതും. കാരണമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നപ്പോഴാണ് ഒരു ധ്യാനം കൂടണമെന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. അങ്ങനെ ധ്യാനം കൂടണമെന്ന് തീരുമാനിച്ച് ഞാൻ ആ ധ്യാനത്തിനായി തൃശ്ശൂരുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ, ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം ബുക്ക് ചെയ്തിരിക്കുക.
ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്ത് ധ്യാനത്തിന് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ സഹോദരൻ, എൻ്റെ ഫിസിക്കലി എൻ്റെ സ്പിരിച്വലി രണ്ട് രീതിയിലും എൻ്റെ സഹോദരനായ ഡിനോ ബ്രദർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് നീ ഒരു ധ്യാനം കൂടണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധ്യാനം കൂടണമെന്ന് ഇവൻ എന്നോട് തുടരെ പറയുകയും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് ബൈബിൾ കാണിച്ച് വചനം എടുത്തു വെച്ച് നിനക്കൊരു വിടുതൽ വേണം, നിൻ്റെ മേൽ സാത്താൻ്റെ പ്രശ്നങ്ങളുണ്ട്, നിനക്ക് വേണ്ടത് ഡെലിവറൻസ് ശുശ്രൂഷയാണെന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാനവിടെ പോകുന്നുണ്ട്, അതാണെങ്കിൽ ആന്തരിക സൗഖ്യ ധ്യാനമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ, നിനക്ക് വേണ്ടത് ഡെലിവറൻസ് ശുശ്രൂഷയാണ്. ഞാനാണെങ്കിൽ അന്ന് സഭയുമായി അഭേദ്യ ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട് സഭയ്ക്ക് പുറത്തുള്ള ഒരു ധ്യാനത്തിനും പോകില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതെന്നോട് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുപ്പി ബീർ ഇരിക്കുന്നുണ്ട്. എന്നോട് ഡിനോ സുവിശേഷം പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുപ്പി ബീർ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ സുവിശേഷം പറയുമ്പോൾ ഈ ബീർ സിപ്പ് ചെയ്തിട്ട് പറയുകയാണ്, അങ്ങനെയല്ല, സഭയുടെ ധ്യാനമാണ് കറക്റ്റ്, മറ്റേത് ശരിയല്ല എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് ഞാൻ അവനോട് തിരിച്ച് സഭയ്ക്ക് വേണ്ടി സുവിശേഷം പറയുന്നു. അവൻ ബൈബിൾ എടുത്ത് വെച്ച് എന്നോട് ഇങ്ങോട്ട് സുവിശേഷം പറയുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ഹാളിൽ ഇരുന്നിട്ട്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും സമയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും ഒരു ധ്യാനത്തിന് പോകണം, അത് ഡെലിവറൻസ് ആവശ്യമാണെന്നൊരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷെ ഞാൻ അവിടെ നീ പൊക്കോ, ഞാനൊന്ന് ആലോചിച്ച് കർത്താവുമായി ഒന്ന് തീരുമാനമെടുത്തിട്ട് ഞാൻ വരുമോ ഇല്ലയോ എന്ന് ഞാൻ നിന്നോട് പറയാം. ആരാ പറയുന്നത്? അടിച്ച് പാമ്പായിട്ടിരിക്കുന്നത് ഞാൻ പറയുക, കർത്താവുമായിട്ട് ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ, കർത്താവ് ഞാൻ ഇവിടെ പോകണോ അവിടെ പോകണത് ഞാനൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാം. ഞാനന്ന് പിറ്റേ ദിവസം ദേവാലയത്തിലോട്ട് പോകുമ്പോൾ, ഞാൻ നടന്നു പോകുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കണം, എവിടെ ധ്യാനത്തിന് പോകണം, ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് പോകണമോ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോകണമോ, എവിടെ പോകണമെന്ന് കർത്താവെ അങ്ങ് എന്നോട് സംസാരിക്കണം. ദൈവമേ, നീ എന്നോട് സംസാരിച്ചാൽ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ പോവും, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. അപ്പോഴും ഞാനിങ്ങനെ, അതായത് സ്വയം മാന്യനായി ഞാൻ എന്നെ തന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തോട് പറയുക, നീ എന്നോട് സംസാരിക്കണം. കർത്താവ് എന്നെ ഫോൺ വിളിച്ച് പറയുമല്ലോ, ടെസ്റ്റ് ചെയ്യണം, നീ ഇന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോയാൽ മതി, അതാണ് നിനക്ക് ചേർന്നത് എന്ന് ദൈവം പറയുമോ? എൻ്റെ കയ്യിലിരിപ്പും അനുസരിച്ച് ഒരു മിസ് കോൾ പോലും വരാൻ സാധ്യതയില്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു വാട്സാപ്പിലൊരു ഹായ് പോലും വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാലത്താണ് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു മെസ്സേജ് ചോദിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന് നിൽക്കുന്നു, ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അച്ഛൻ സുവിശേഷ വായനയ്ക്ക് വേണ്ടി സുവിശേഷം വായിക്കുന്നത് ഈ വാക്യമാണ്. യോഹന്നാൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ ഞങ്ങളെ അനുഗമിച്ചില്ല. അപ്പൊ യേശു പറഞ്ഞ മറുപടി എന്താ? വായിച്ചോ, 39-ാം വാക്യം. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെ കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. 40-ാം വാക്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം. നമുക്ക് എതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഇതുകൊണ്ടും അവസാനിച്ചില്ല. അന്നുണ്ടായ പുരോഹിതൻ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ പുരോഹിതൻ ആ വാക്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മളെല്ലാവരെയും സ്നേഹിക്കും, പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരോട് നമുക്ക് തീരാത്ത ദേഷ്യമാണ്. വഴിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്ത നമ്മുടെ ചേട്ടന്മാരോട് നമുക്ക് കുറച്ചൊക്കെ ദേഷ്യമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദേഷ്യമില്ല, കാരണം അവരും ക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിക്കുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിക്കുന്ന അവർ നമുക്കെതിരല്ല, അവരും ക്രിസ്തുവിൻ്റെ ബേസിൽ നമ്മുടെ പക്ഷത്താണ്. എന്നാൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ രീതികളിൽ അവർക്ക് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഒറ്റ വാക്കിൽ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് ഏത് അച്ഛനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എന്തിനാണെന്നും എനിക്ക് ഓർമ്മയില്ല. അത്രയും സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി ആണെന്ന് തിരഞ്ഞെടുത്തത് എന്നെനിക്കൊരു ബോധ്യം കിട്ടി. അന്നാണ് ഞാനൊരു തീരുമാനമെടുക്കുന്നത്. അന്ന് ഞാൻ ഡിനോ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഓക്കെ, ഐ ആം റെഡി, ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ദൈവവചനത്തിന് മുമ്പിൽ ചെല്ലുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ യേശു പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 39-ാം വാക്യം. യേശു പറഞ്ഞു, അവരെ തടയണ്ട. എന്നിട്ട് പറയാണ്, ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കത്തില്ല. ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് ക്ലബ് ചെയ്ത് മനസ്സിലാക്കണം. രണ്ട് കാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യും. മാതാവിനെ പ്രഘോഷിക്കുന്നവൻ മാതാവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യും.
വിശുദ്ധരെ പ്രഘോഷിക്കുന്നവൻ വിശുദ്ധരുടെ നാമത്തിൽ അത്ഭുതം ചെയ്യും. നമുക്കൊന്നും തടയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ദൈവത്തിൽ നിന്നാണോ അപ്പസ്തോലികമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യമേ നമുക്ക് അവിടെ ഉള്ളൂ. യേശു പറഞ്ഞു, അവരെ തടയണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കത്തില്ല. ആരെ ഉയർത്തണം? യേശുവിനെ ഉയർത്തണോ? മറ്റാരെങ്കിലും ഉയർത്തണോ? മനുഷ്യനെ ഉയർത്തണോ? ആരെ ഉയർത്തണ്ടേ? യേശുവിനെ ഉയർത്തണം. യേശുവിനെ എങ്ങനെയാണ് ദൂഷണം പറയുക? യേശുവിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ദൂഷണം പറയാൻ പറ്റുക? ഏതെങ്കിലും സുവിശേഷകർ യേശുവിനെ കുറിച്ച് ദൂഷണം പറയുമോ? ഏതെങ്കിലും സുവിശേഷകർ, ലോകത്തെ ഏതെങ്കിലും ഒരു സുവിശേഷകർ അവൻ്റെ പ്രബോധനം തെറ്റായിരിക്കട്ടെ, അവൻ യേശുവിനെ കുറിച്ച് ദൂഷണം പറയുമോ? അപ്പം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ യേശുവിനെ കുറിച്ച് ദൂഷണമാണോ പറയുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവിടെയാണ് യേശു പറഞ്ഞ ആ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ സുവിശേഷമായിരിക്കും അവിടെ ഉയർത്തുന്നത്. മറ്റൊരു സുവിശേഷവും അവിടെ ഉണ്ടാകത്തില്ല. യേശുവിനെ കുറിച്ചുള്ള കൃത്യമായ പ്രബോധനമായിരിക്കും അവിടെ കൊടുക്കുന്നത്. അതായത് സത്യസുവിശേഷമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കും. സത്യസുവിശേഷമല്ല പ്രഘോഷിക്കുന്നതെങ്കിൽ വളഞ്ഞ വഴി തേടിയേ പറ്റൂ. ഒരു ഉദാഹരണം പറയാം. ദൈവവചനത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, സങ്കീർത്തന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, പാപം ചെയ്തവൻ വൈദ്യസഹായം തേടേണ്ടി വരും. അല്ല, പ്രഭാഷകൻ തന്നെയാണ്. പാപം ചെയ്തവൻ വൈദ്യസഹായം തേടേണ്ടി വരും. പാപം ചെയ്തവൻ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വൈദ്യന് ജ്ഞാനം നൽകിയത് ദൈവമാണ്. അതായത് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് സൗഖ്യം കിട്ടുന്നില്ലേ? യേശുവിൻ്റെ അടുത്ത് പോയാൽ വചനത്തിലൂടെ സൗഖ്യം കിട്ടുന്നില്ലേ? സുവിശേഷം കേട്ട് സൗഖ്യം വരുന്നില്ലേ? അനേക സൗഖ്യം വരുന്നുണ്ട്. എന്നാൽ നമ്മൾ എവിടെ പോകുന്നുണ്ട്? ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്, വൈദ്യസഹായവും തേടുന്നുണ്ട്. കാരണം ദൈവത്തിനറിയാം ഇവൻ യഥാർത്ഥ തരത്തിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഇവന് ഒരു പാരലൽ വേ ദൈവം തന്നെ കൊടുത്തുക. നമ്മുടെ ഹൃദയ കാഠിന്യ നിമിത്തം ദൈവം ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുക. ഇവൻ പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് എന്നും വിശുദ്ധിയിലൊന്നും ജീവിക്കത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം വൈദ്യസഹായം ഇവന് കൊടുത്തേ മതിയാകൂ എന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതാണ് പാപം ചെയ്തവൻ വൈദ്യസഹായം തേടേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ അടുത്ത് പോകേണ്ടി വരും, അത്യാവശ്യം വൈദ്യസഹായം എടുക്കേണ്ടി വരും. ഏതാണ് വഴി? നേരെ ദൈവത്തിൽ ചെന്നാൽ സൗഖ്യം പ്രാപിക്കും. പക്ഷെ നേരെ നമ്മൾ എത്തത്തില്ല. എത്ര കണ്ടാലും നമ്മളുടെ റൂട്ട് കറക്റ്റ് ആകത്തില്ല, പൂർണ്ണമാകത്തില്ലെന്ന് ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പാരലായിട്ട് മറ്റൊരു വഴി നമുക്ക് തന്നിരിക്കുന്നത്, ഒരു എളുപ്പമാർഗം നമുക്ക് തന്നിരിക്കുന്നത്. ഇതുകൊണ്ട് നടക്കാത്തതുകൊണ്ട് നീ അവിടെ പോയി പാരസിറ്റാമോൾ കഴിച്ചോ മരുന്ന് കഴിച്ചോ, നീ എങ്ങനെയെങ്കിലും നിൻ്റെ ജീവിതം നിലനിർത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അത് ആ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതേ സെയിം കാര്യം ആണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. നേരെ ദൈവത്തിലേക്ക് ഒരുവന് ചെല്ലാം, നേരെ ദൈവത്തെ പ്രഘോഷിക്കാം, സത്യദൈവത്തെ, സുവിശേഷത്തെ പ്രഘോഷിക്കാം. അങ്ങനെ പ്രഘോഷിക്കുന്നവരിലാണ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവിടത്തൊന്നും യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൗലോസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 19:11 മുതൽ 12 വരെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. 2-3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്ന്, പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ് പൗലോസിന്റെ കരങ്ങളിലൂടെ ദൈവം അസാധാരണ അത്ഭുതം പ്രവർത്തിച്ചത്? പൗലോസ് പ്രഘോഷിക്കുന്ന സുവിശേഷം സത്യമായതുകൊണ്ട്, അപ്പസ്തോലികമായതുകൊണ്ട്, ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ചതാണ് ആര് പ്രഘോഷിക്കുന്നത്? പൗലോസ് പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് പൗലോസിന്റെ കരങ്ങളിലൂടെ ദൈവം അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അത് വെറുതെ മൂക്കൊലിപ്പ് മാറിയെന്നോ നീരുവീഴ്ചപ്പനി മാറിയെന്നോ അല്ല. ശക്തമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രോഗങ്ങൾ, ലോകം, മനുഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ രോഗങ്ങൾ സൗഖ്യപ്പെടും. ജീസസ് മിഷനിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അറിവുണ്ടോ? എവിടെ ഇരിക്കുന്ന ഒരാൾ കൈ പൊക്കി കഴിഞ്ഞു, ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് അല്ലേ? ബോൺമാരോ ക്യാൻസർ, എത്ര എന്തൊക്കെ രോഗങ്ങളാണ് അവിടെ മാറിപ്പോയിരിക്കുന്നത്
ആ ഇവിടെ ഉണ്ട്, കൈ വെക്കുന്നുണ്ട്, വേണ്ട താത്തിക്കോ, ഇനി കൈ മാത്രമായിരിക്കും, അതുപോലെ കൈകൾ പൊന്തും. അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ സത്യസുവിശേഷം പ്രസംഗിക്കണം. 1000 പേര് IELTS എഴുതി 4 പേര് ജയിച്ചതല്ല അത്ഭുതം. 100 പേര് OET എഴുതി 10 പേര് പാസ്സാകുന്നതല്ല അത്ഭുതം. അത് സ്വാഭാവികം, യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യം. അതിന് യാതൊരുവിധ മാറ്റവും. ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ദൈവിക അത്ഭുതമാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ പൗലോസിന്റെ പോലെ, ഇനി 12-ാം വാക്യം കൂടി വായിച്ചോ, അവന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. പിശാചുകൾ പുറത്തു പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിശാചുകൾ പുറത്താകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കിയാൽ മതി. ഒരു 15-12 വർഷം മുമ്പുള്ള എന്നെയും എന്നെ പരിചയമുള്ളവർ എന്നെ ഇപ്പോൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി, പിശാച് ഉണ്ടോ പുറത്ത് പോയോ എന്നുള്ളത്. എല്ലാം ഒന്നും പോയിട്ടില്ല, 1-2 തന്നെ ഞാനിപ്പോഴും ചോറ് കൊടുത്ത് വളർത്തുന്നുണ്ട്. നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ പുറത്താക്കാം. എന്നാലും ഒരുമാതിരിയൊക്കെ പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഷൈനി ചേച്ചി ചിരിക്കുന്നുണ്ട്, ചിലത് പോകാത്തുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ 10-12 വർഷം മുമ്പുള്ള എൻ്റെ സ്വഭാവം എന്നെ അറിയാവുന്നവരോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തായിരുന്നു എന്ന് ഒന്ന് ചോദിച്ചാൽ മതി. പിശാച് പുറത്ത് പോയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദൈവവചനം പറയുകയാണ്, അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തുപോയി. എന്തുകൊണ്ട്? യഥാർത്ഥ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസ് അപ്പോസ്തലന് കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യമാണ്. അടുത്ത വാക്യം വായിച്ചോ, 13-ാം വാക്യം. പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു. എന്ത് സംഭവിച്ചു എന്ന് അവിടെ 16-ാം വാക്യത്തിലുണ്ട്. അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ മുറിവേൽപ്പിച്ച് നഗ്നരാക്കി അവനെ പറഞ്ഞയച്ചു. അശുദ്ധാത്മാവ് പറഞ്ഞു, എടാ പൗലോസിനെ എനിക്കറിയാം, ക്രിസ്തുവിനെ എനിക്കറിയാം, നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ മേലേക്ക് ചാടി വീണ് അവൻ്റെ വസ്ത്രം വലിച്ചു കീറി അവനെ പിടിച്ച് അടിച്ച് നശിപ്പിച്ച് തകർത്തെറിഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നില്ല, അല്ലേ? പിശാച് തിരിച്ചാക്രമിക്കുന്നതും നഗ്നരാക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പ്രകടമായി നമ്മൾ നോക്കിയാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ക്ലിയർ ആയിട്ട് അത് അറിയാൻ പറ്റും. ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷകർ അവരുടെ എല്ലാ കാര്യത്തിലും ഡാമേജ് ആണെങ്കിൽ, സകല കാര്യങ്ങളിലും ഫിസിക്കലി, സ്പിരിച്വലി, മെൻ്റലി, ഫാമിലി തരമായി എല്ലാ തരത്തിലും ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ഏത് തരത്തിലാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. എല്ലാ തരത്തിലും പിശാചിനെ ബഹിഷ്കരിക്കാൻ പോകുന്നതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നിരന്തരമായ രോഗം, ഹോസ്പിറ്റലിൽ കയറാനേ നേരമുള്ളൂ, അവൻ്റെ കുടുംബത്തിൽ രോഗമൊട്ട് ഒഴിയുന്നില്ല, അവൻ്റെ മക്കളാണെങ്കിൽ തലമുറ നശിച്ച് തകർന്ന് എല്ലാ രീതിയിലും തകർന്നു പോകുന്നു, ഫിനാൻഷ്യലി അവൻ തകർന്നു, എല്ലാ തരത്തിലും തകർച്ചയാണെങ്കിൽ, ദൈവം അവനെ തൊടുന്നു പോലുമില്ലെങ്കിൽ അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ഈ തരത്തിലായിരിക്കും. അവൻ അറിയാത്ത യേശുവിൻ്റെ നാമത്തിലായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ പിശാച് പറയും, എടാ പൗലോസിനെ എനിക്കറിയാം, കർത്താവിനെ എനിക്കറിയാം, നിന്നെ ഞാൻ നഗ്നനാക്കും. കാരണം എല്ലാ തരത്തിലും അവനെ തകർത്ത് തരിപ്പണമാക്കും. അവൻ്റെ കുടുംബം തകരും, അവൻ്റെ ചുറ്റുപാടുകൾ, ആരോഗ്യം, സാമ്പത്തിക മേഖല എല്ലാം എല്ലാ രീതിയിലും തകരുന്ന തരത്തിലേക്ക് കടന്നു വരും. ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് യേശുവിനെ അറിയാതെ പോയി പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയാൽ ഇതേ കാര്യം തന്നെ സംഭവിക്കുക. യേശുവിനെ അറിയാതെ പോയി ഈ പരിപാടി ചെയ്താൽ, ആരാണ് യേശു? ഒറ്റ വാക്കിൽ നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ, ആരാണ് യേശു? ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം പറയാൻ പറ്റുമോ? യേശു സ്നേഹമാണ്. വേറെ വലിയ ആർഭാടം, വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. ഒറ്റ വാക്കിൽ നമുക്കറിയാം, യേശു സ്നേഹമാണ്. അപ്പം യേശു സ്നേഹമാണെന്ന് അറിയാവുന്നവൻ എന്ത് ചെയ്യും? അവൻ സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. അവൻ സ്നേഹമായിരിക്കും. അവൻ്റെ നേരത്തെ ജെമിൻ ബ്രദർ പറഞ്ഞ പോലെ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ലവ് ആയിരിക്കും, സ്നേഹമായിരിക്കും. വിദ്വേഷമാണ് അവൻ പ്രസംഗിക്കുന്നതെങ്കിൽ, വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവുമാണ് പ്രബോധനമെങ്കിൽ, അവൻ പിശാചിനെ ബഹിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കും? വലിയ താമസമില്ലാതെ നഗ്നനാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയാൽ ഒറ്റ ദിവസം കൊണ്ട് നഗ്നനാവുന്നൊന്നുമില്ല, പക്ഷേ കാലം തെളിയിക്കും അവൻ നഗ്നനായി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ്
കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോകരുത്. ക്രിസ്തുവിനെ അറിയാത്തവൻ ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കരുത്. യേശുവിനെ അറിയുന്നവനാണ് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത്. ഇത് തന്നെയല്ലേ യേശു അപ്പുറത്ത് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒരുവന് പിശാചിനെ ബഹിഷ്കരിക്കാനും അല്ലെങ്കിൽ അത്ഭുതം ചെയ്യാനും തൊട്ടടുത്ത് എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കത്തില്ല. അതായത് എന്നെക്കുറിച്ച് തെറ്റായ പ്രബോധനം നടത്തുന്നവന് എൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. എന്നെക്കുറിച്ച് അവൻ പ്രഘോഷിക്കുന്നത് തെറ്റാണെങ്കിൽ, ക്രിസ്തു സ്നേഹമാണെന്ന് പ്രഘോഷിക്കേണ്ടടുത്ത് അല്ല ക്രിസ്തു വിദ്വേഷമാണെന്നോ വൈരാഗ്യമാണെന്നോ പ്രഘോഷിക്കുന്നതെങ്കിൽ ഒരിക്കലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യാൻ അവന് പറ്റത്തില്ല. ഇനി യേശുവിൻ്റെ നാമത്തിൽ ഒരുവൻ അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ പ്രബോധനവും കറക്റ്റായിരിക്കും. ക്രിസ്തുവിനെ ആയിരിക്കും അവൻ മുന്നിൽ വയ്ക്കുന്നത്, ക്രിസ്തുവിനെ ആയിരിക്കും അവൻ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സുവിശേഷத்தைയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇത് ക്രിസ്തുവിൻ്റെ അല്ല, ഇത് അപ്പസ്തോലികമാണ്, ഇത് അപ്പസ്തോലികമല്ല എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. വലിയ കഷ്ടപ്പാടൊന്നുമില്ലെന്ന്. നമ്മൾ ലാബിൽ പോയി മറ്റേ DDRC പോയി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാനൊന്നും കാത്തിരിക്കേണ്ട. ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി. യേശുവിനെയാണ് അവർ പ്രഘോഷിക്കുന്നതെങ്കിൽ, സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതവും അടയാളങ്ങളും സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിലായിരിക്കും സംഭവിക്കുക, മറ്റൊരു നാമത്തിലുമായിരിക്കില്ല സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തെ ആയിരിക്കും അവിടെ ഉയർത്തുക, മറ്റൊരു നാമത്തെയും അവിടെ ഉയർത്തത്തില്ല. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവന് കഴിയും. ആമേൻ. ശ്രദ്ധിക്കണേ, ഇവിടെ പ്രബോധനത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാവിൻ്റെ ദുരുപയോഗമാണ് അവിടുത്തെ മറ്റൊരു കണ്ടന്റ് എങ്കിലും ആദ്യത്തെ വാക്യം പറയാണ്, എൻ്റെ സഹോദരൻ നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്ന് വെച്ചാൽ എല്ലാവരും സുവിശേഷം ഉപയോഗിച്ച് പ്രബോധനം നടത്തരുത്. സുവിശേഷം പ്രസംഗിക്കാം. എന്താണ് സുവിശേഷം പ്രസംഗിക്കുക? യേശു ദൈവമാണ്, അവൻ എന്നെ വിടുവിച്ചു, അതെൻ്റെ സാക്ഷ്യമാണ്. ഇത് ചെയ്യാം. യേശു ചെയ്ത സുവിശേഷം, യേശു ചെയ്ത നന്മകൾ, ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ പ്രഘോഷിക്കാം. യേശു ദൈവമാണ്, പ്രഘോഷിക്കാം. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാം. ഇത് സുവിശേഷ പ്രസംഗമാണ്. പക്ഷേ പ്രബോധനം വ്യത്യാസമുണ്ട്. ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രബോധനം നിങ്ങളെല്ലാവരും ചെയ്യരുത്. കാരണം കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകും. അതുകൊണ്ട് എല്ലാവരും പ്രബോധകരാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം ദൈവിക ജ്ഞാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രബോധനം നടത്താൻ പാടുള്ളൂ. അല്ലാത്തവൻ പ്രബോധനം നടത്തരുത്. സുവിശേഷം പ്രസംഗിക്കാം. എന്ത് സുവിശേഷം? ദൈവം എന്നെ വിടുവിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ യേശുവിൻ്റെ നാമം ശ്രേഷ്ഠമെന്ന് പറഞ്ഞാണ് പൗലോസ് സുവിശേഷം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് പൗലോസ് നടത്തുന്നത് പ്രബോധനമാണ്. ആദ്യം പൗലോസ് കണ്ട ക്രിസ്തുവിനെ, ഇപ്പം സമരിയാക്കാരി സ്ത്രീ ക്രിസ്തുവിനെ കണ്ടു. അവൾ എന്താ പറഞ്ഞ? വല്ല പ്രബോധനം നടത്തിയോ? അവൾ പോയി പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടു, ഇവനായിരിക്കുമ്പോൾ ക്രിസ്തു, നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് പറഞ്ഞ് അവരെ ക്രിസ്തുവിലെ കാണിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. ഇത് നമുക്ക് നടത്താം, ഇത് നമുക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ പ്രബോധനം നടത്തുന്നവൻ സൂക്ഷിക്കണം, വലിയ വില കൊടുക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത വാക്യം, 2-ാം വാക്യം, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ ഏവനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ, പ്രബോധനത്തിൽ തെറ്റുവരുത്താത്തവൻ, അവൻ്റെ സുവിശേഷം ശരിയാണെങ്കിൽ അവൻ്റെ പ്രവൃത്തിയും ശരിയായിരിക്കും. അവൻ്റെ ശരീരത്തെ അവന് നിയന്ത്രിക്കാൻ സാധിക്കും. ആ വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആശയം മനസ്സിലാവും. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാം പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ടുണ്ട് തെറ്റുകൾ, നോട്ടം കൊണ്ട് തെറ്റുകളുണ്ട്, പല രീതിയിൽ. വാക്കുകൾ കൊണ്ടും തെറ്റ് വരുത്താത്ത ആരൊന്നുമില്ല. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തും, എല്ലാ രീതിയിലും നമ്മൾ വാക്കുകൊണ്ടും തെറ്റ് വരുത്തും. പക്ഷേ ഇവിടെ വാക്കുകൊണ്ട് വരുന്ന തെറ്റല്ല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പകരം സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ സംസാരത്തെ അല്ല, അവൻ്റെ മുകളിലെ വാക്യം ശ്രദ്ധിച്ചറിയാം, അവൻ്റെ പ്രബോധനത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പ്രബോധകരാകാൻ തുനിയരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പ്രബോധനം സൂക്ഷിച്ചു വേണം. ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് വാൺ ചെയ്ത് നൽകുന്ന ഒരു കാര്യമാണ്, സത്യസുവിശേഷമായിരിക്കണം നിങ്ങൾ പ്രഘോഷിക്കേണ്ടത്, അല്ലാതെ അവനവനിസം പ്രസംഗിക്കരുത്. എനിക്ക് പണം കിട്ടാൻ വേണ്ടി
ദശാംശം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യരുത്? സുവിശേഷം പ്രസംഗിക്കരുത്. ദശാംശം കിട്ടാൻ പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കും? കേൾവിക്കാരന് മുറിവുണ്ടാക്കുമോ? അവൻ ഉണ്ടാക്കുമോ? കേൾവിക്കാരന് മുറിവുണ്ടാക്കിയാൽ അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് ഇവിടെ വീഴുമോ? സ്തോത്ര കാഴ്ച വീഴുമോ? ഇല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും, അല്ലാതെ മറ്റൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ കാശ് വന്ന് നമ്മുടെ പെട്ടിയിൽ വീഴും. എന്നാൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ശിക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ കാശ് ചിലവാക്കുന്നത്, അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പ്രബോധനം നടത്തുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? കേൾവിക്കാർക്ക് ഇമ്പമുള്ള രീതിയിൽ പ്രബോധനം നടത്തും. അതെന്താ ഉദ്ദേശം? നേർച്ചപ്പെട്ടിയിൽ കാശ് വീഴണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, സംസാരത്തിൽ നീ തെറ്റുവരുത്തി, പ്രബോധനത്തിൽ നീ എന്ത് ചെയ്തു? തെറ്റുവരുത്തി. കേൾവിക്കാരന് ഇഷ്ടമുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും നമ്മൾ ജീസസ് വിഷൻ്റെ എവിടെയെങ്കിലും സ്തോത്ര കാഴ്ച എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വൺ ഡേ പ്രയറിനോ എവിടെയെങ്കിലും സ്തോത്ര കാഴ്ച എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിർബന്ധമായിട്ട് സ്തോത്ര കാഴ്ച എടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവവചന അടിസ്ഥാനത്തിൽ സ്തോത്ര കാഴ്ച എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ദശാംശം വാങ്ങാം. ദശാംശത്തെക്കുറിച്ച് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. പക്ഷേ അവനവൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ദശാംശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കും. ഇങ്ങനൊരു രീതിയുണ്ട്. അവിടെയാണ് വചനം പറഞ്ഞത്, ശരീരത്തിൽ അവൻ തെറ്റുവരുത്തിയിരിക്കും. നിങ്ങൾ ആ വചനം ഒന്നുകൂടി വായിച്ചോ. നാം എല്ലാം പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ പ്രബോധനത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. അവൻ്റെ പ്രബോധനം ശരിയാണെങ്കിൽ അവൻ ആരാണ്? അവൻ പൂർണ്ണനാണ്, അവൻ തെറ്റില്ലാത്തവനാണ്. എന്നിട്ട് പറയുകയാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. എല്ലാ രീതിയിലും അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. അപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ആർക്കാ? പ്രബോധനത്തിൽ തെറ്റുവരുത്തുന്നവന്. ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മദ്യം കഴിക്കുന്നത് ശരിയോ തെറ്റോ? ഞാൻ പറയാണ്, അത് തെറ്റ് തന്നെയാണ്, അത് പാപം തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ അത് പാപമാണ്, നീ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായും പ്രബോധനം ദൈവവചന അടിസ്ഥാനത്തിലാണ്. അവൻ മദ്യം കഴിക്കത്തില്ല, അത് കൃത്യമായി പോകുന്നു. ഇനി വേറൊരു തരത്തിൽ ഒരു ചോദ്യം എൻ്റെ അടുത്ത് വരികയാണ്. അതായത്, എനിക്ക് സ്ഥിരമായി സ്തോത്ര കാഴ്ച തന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ബീവറേജിൽ ക്യൂ നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. ബീവറേജിൽ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവനെ തിരുത്തുന്നില്ല, ഞാൻ അവനെ ചൂണ്ടിക്കാണിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ചോദിച്ചാൽ പിറ്റേ ദിവസം അവൻ ഇവിടെ വരവ് നിർത്തും, സ്തോത്ര കാഴ്ച നിൽക്കും. അപ്പോൾ ചോദിക്കണോ ചോദിക്കാതിരിക്കണോ? ചോദിക്കണോ ചോദിക്കാതിരിക്കണോ? ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചോദിച്ചാൽ എന്ത് സംഭവിക്കും? ചോദിച്ചാൽ പിറ്റേ ദിവസം തുടങ്ങി അവൻ കൂട്ടായ്മയിൽ വരുന്ന് നിൽക്കും, സ്തോത്ര കാഴ്ച നിൽക്കും, ഉറപ്പ്. ചോദിച്ചില്ലെങ്കിൽ അവൻ നിരന്തരം വരും, പണം തരും, ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? എൻ്റെ പ്രബോധനത്തിൽ ഞാൻ എന്ത് ചെയ്തു? തെറ്റുവരുത്തി. ഞാൻ തിരുത്തേണ്ടത് തിരുത്താതിരുന്നു. ഇവൻ തനിയെ മദ്യപാനിയായി മാറും. ആര്? ഈ സുവിശേഷകൻ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ വരും. അതല്ലേ വാക്യം പറഞ്ഞ്? പ്രബോധനത്തിൽ, നിൻ്റെ സംസാരത്തിൽ നീ തെറ്റുവരുത്തിയില്ലെങ്കിൽ നിൻ്റെ ശരീരം നിന്നെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പ്രബോധനം കറക്റ്റാണെങ്കിൽ നിൻ്റെ ശരീരം പാപത്തിൽ വീഴത്തില്ല. നിങ്ങൾ നോക്കിക്കുക, മിക്ക പള്ളി കമ്മിറ്റിയിലും ഒരു ബാറിൻ്റെ ഉടമസ്ഥനുണ്ട്. മിക്ക പള്ളി കമ്മിറ്റിയിലും. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബാറിൻ്റെ ഉടമസ്ഥൻ, ബാർ കമ്മിറ്റി കൗൺസിലിൻ്റെ, മറ്റേ ബാറല്ല, വക്കീലുമാരുടെ ബാറല്ല, ബാറ്, കള്ളു കുടിക്കുന്ന ബാറ് നടത്തുന്ന അതിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ പെങ്ങളുടെ മരണത്തിന് ശുശ്രൂഷ ചെയ്യാൻ പിതാക്കന്മാരുടെ നിരയായിരുന്നു ഞങ്ങളുടെ സഭയിൽ നിന്ന്. പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും ധ്യാനഗുരുക്കന്മാരുടെയും നിരയായിരുന്നു. എന്താ പരിപാടി? 4-5 ബാറ്. കാരണം എന്നാ? സ്തോത്ര കാഴ്ച ഇങ്ങോട്ട് പോരും. എന്ത് സംഭവിക്കും? ഈ പ്രബോധനം നടത്തിയ അറിയാതെ മദ്യപാനത്തിലേക്ക് വീണ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ സഭയിലെ 4 പുരോഹിതർ മദ്യത്തിന് അഡിക്റ്റായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട്, അവിടെ നിന്ന് പോലും 2-3 ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് അവർക്ക് പോലും രക്ഷിക്കാൻ കഴിയാതെ അത്രത്തോളം പ്രശ്നമായി നിൽക്കുന്ന 4 പേരെക്കുറിച്ച് എനിക്ക് ഇൻഫോർമേഷൻ വന്നു. വ്യക്തമായി പേരടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അത് സമൂഹത്തിന് പോലും നമ്മൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞത്,
4 പുരോഹിതർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? ഇന്ന് കള്ളു കുടിക്കാത്ത എത്ര പേരുണ്ട്? അല്ലെങ്കിൽ മദ്യത്തിനെതിരെ സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ഇവരെങ്ങനെ ഇതിലേക്ക് വീണുപോയി? ഇവരുടെ പ്രബോധനത്തിൽ എവിടെയൊക്കെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സുവിശേഷത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങി. കാരണം സ്തോത്ര കാഴ്ചയെ പ്രതി സുവിശേഷം അഡ്ജസ്റ്റ് ചെയ്ത അന്നു മുതൽ ഇവരുടെ ശരീരം പ്രബോധനത്തിൽ വീണു, അല്ല തെറ്റിൽ വീഴാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാം, അച്ഛന്മാർ വഴിതെറ്റിപ്പോയി, അല്ലേ? അവർ വഴിതെറ്റിപ്പോയി, അവർ മദ്യപാനത്തിൽ പെട്ടു, മോശപ്രവർത്തികൾ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഒന്നും പിന്നാലെ പോകാറില്ല, ഒന്നിനെയും നമ്മൾ വിമർശിക്കാറുമില്ല, പേഴ്സണലി ഒരു കാര്യത്തിൽ നമ്മൾ എടുക്കാറുമില്ല. പക്ഷെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി? നമ്മളെ നയിക്കേണ്ട നമ്മുടെ നേതാക്കന്മാർ ഇങ്ങനെ തെറ്റിപ്പോയത് എവിടെ? അവൻ്റെ പ്രബോധനത്തിൽ അവൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്തോ, സുവിശേഷത്തിൽ എവിടെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചോ, അവൻ്റെ ശരീരം അവനെ പാപത്തിൻ്റെ അടിമയാക്കി മാറ്റി. ഇതിന് 2 തലമുണ്ട്. നീ സുവിശേഷത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ, നിന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കും. അല്ല, അങ്ങനെയല്ലേ വചനം പറഞ്ഞു? ഒന്നുകൂടി വായിച്ചോ വചനം. ആ വചനം ആഴത്തിലൊന്ന് പതിഞ്ഞോട്ടെ നമ്മുടെ ഹൃദയത്തിലേക്ക്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. ഒരു സുവിശേഷകൻ, ഒരു പ്രഘോഷകൻ, നിങ്ങൾ ദൈവവചനം വെച്ച് പരിശോധിക്കുക. അവൻ്റെ സുവിശേഷം സത്യസുവിശേഷമാണോ? അവൻ ക്രിസ്തുവിനെ കാണിക്കുന്നത് ശരിയാണോ? യേശുവിനെ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത് യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ, ഒരു മുഖവും നോക്കാതെയാണ് ക്രിസ്തുവിനെ എൻ്റെ മുൻപിൽ ആ വ്യക്തി കാണിച്ചു തരുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അവന് സാധിക്കും. ശരീരം പാപത്തിലേക്ക്, വീഴ്ചയിലേക്ക് പോകത്തില്ല. കാരണം ദൈവവചനമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്ലെങ്കിൽ അവനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം അനുതപിക്കും. അതിനും ദൈവവചനം വ്യക്തമായിട്ട് സാക്ഷി നൽകുന്നുണ്ട്. 1 സാമുവേൽ അതിൻ്റെ 15-ാം അധ്യായം 22-ാം വാക്യം. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അതായത് നമുക്കറിയാം, ഈ സംഭവം നമുക്കറിയാം. സാവൂൾ അനുസരിക്കാതെ ദൈവകൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചു. എന്താണ് അവനെ ദൈവകൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 15-ന്റെ 3 വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് എന്താണ് അവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആകയാൽ നീ പോയി അമലേക്കിനെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. സകലരെയും വധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയും കൊന്നുകളയുക. ദൈവത്തിന്റെ കൽപ്പന അതിനെ മുഴുവൻ കൊന്നുകളയുക. ഒന്നിനെയും വയ്ക്കരുത്, എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുക. അമലേക്കിനെയും അവരുടെ ആടുമാടുകളെയും അവരുടെ സമ്പത്തിനെയും സകലത്തെയും കൊന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. ഇനി 9-ഉം 10-ഉം വാക്യം കൂടി വായിക്കാം. 9-ഉം 10-ഉം വാക്യം. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായ ഒക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ദൈവം പറഞ്ഞ എന്താ? എല്ലാം നശിപ്പിക്കുക. ആടിനെ, മാടിനെ, എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുക. പക്ഷേ സാവൂൾ എന്ത് ചെയ്തു? കൊഴുത്തതിനെയും നല്ലതിനെയും മാറ്റിവെച്ചു. അതിനെ എന്ത് ചെയ്തില്ല? നശിപ്പിച്ചില്ല, അതിനെ തകർത്തില്ല. എന്നിട്ട് പറയുകയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടെ അവൻ പറയുന്നുണ്ട്. ഉത്തമമായതെല്ലാം നശിപ്പിക്കാതെ സൂക്ഷിച്ചു, നിന്ദ്യവും നിസാരവുമായവയെ അവർ നശിപ്പിച്ചു. അതായത് വലിയ കെൽപ്പും ഈ ബലമൊന്നും ഇല്ലാത്ത ആടിനെയൊക്കെ അവർ കൊന്നു കളഞ്ഞു. എന്നാൽ നല്ല ആടുകളെ, നല്ലതിനെയെല്ലാം അവർ സൂക്ഷിച്ചു. അതിന്റെ 10-ാം വാക്യം വായിക്കുക. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇവനെ തെരഞ്ഞെടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു. എന്താ വെച്ചാൽ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തോടും വായിക്കോ, അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവേൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഈ സാമുവേൽ ചെന്ന് സാവൂളിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? ദൈവം പറഞ്ഞത് നീ എന്തുകൊണ്ട് അനുസരിച്ചില്ല? നീ എന്തുകൊണ്ട് ഇത് പാലിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ സാവൂൾ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനത് ദൈവത്തിന്, കർത്താവിന്, യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവയെ മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ സാമുവേൽ സാവൂളിനോട് തിരിച്ചു ചോദിക്കുക, ബലിയല്ലേക്കാൾ ശ്രേഷ്ഠം അനുസരണമല്ലേ മോനെ? ദൈവം പറഞ്ഞതല്ലേ നീ അനുസരിക്കണ്ടേ? അതെയോ നീ ശ്രേഷ്ഠമായ കുറേ പണം ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണോ ശരി എന്ന് ചോദിക്കുക. കള്ള് കച്ചവടം ചെയ്യാൻ പാടില്ല,
മദ്യപാനം ശരിയല്ല എന്ന് പറഞ്ഞ് നീ കേൾക്കണോ, അതെയോ കള്ള് കച്ചവടക്കാരൻ്റെ കാശ് കൊണ്ട് പാവങ്ങളെ സഹായിക്കണോ വേണ്ടയോ? തിന്മ ചെയ്തുകൊണ്ട് മാതാവിനെ സാരി ഉടുപ്പിച്ചുകൊണ്ട് ആ സാരി ലേലം ചെയ്ത് 50,000-നും 1,00,000-നും വിറ്റ് പാവങ്ങളെ സഹായിക്കണോ, അതെയോ സത്യം പ്രഘോഷിക്കണോ, സത്യസുവിശേഷത്തെ പ്രഘോഷിക്കണോ? എല്ലാ തെറ്റിനും എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ന്യായമാണ്, അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നന്മ ചെയ്യാൻ വേണ്ടി, സാമൂഹ്യ സേവനത്തിന്. എന്നാൽ പിന്നെ കുറച്ച് പേര് വ്യഭിചാരത്തിന് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശിനും കൊണ്ടുപോയി സാമൂഹ്യ സേവനം നടത്താമല്ലോ. ശരിയാവോ? എടാ, ആത്മീയ വ്യഭിചാരം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്ന് സാമൂഹ്യ സേവനം നടത്തുന്നത് നമ്മൾ ലോകത്തോട് പറയും ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ പിന്നെ ഭൗതികമായും ചെയ്തുകൂടെ അങ്ങനെ തന്നെ? ഇതവിടെ സംഭവിക്കും. നിങ്ങൾ തുനിയരുത് എന്ന് യാക്കോബിൻ്റെ ലേഖനം വ്യക്തമായിട്ട് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെതിരെ നീ പ്രഘോഷിച്ചോ, ഉറപ്പ് നീ വീഴും. യേശുവിനെ അല്ലാതെ നീ പ്രഘോഷിച്ചോ, നീ താഴെ വീഴും. ക്രിസ്തുവിനെ ഉയർത്തേണ്ടടുത്ത് മറ്റുള്ളവരെ ആരെങ്കിലും നീ ഉയർത്തിയോ, താഴെ വീഴും. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, ക്രിസ്തുവിനെ ഉയർത്തണം, ക്രിസ്തുവിൻ്റെ പ്രബോധനമായിരിക്കണം അപ്പസ്തോലിക പ്രബോധനം നടത്തേണ്ടത്. അല്ലാതെ പ്രബോധനത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ അവൻ്റെ ശരീരം ഉറപ്പ് പാപത്തിലേക്ക് വീഴും, തലമുറ നശിക്കും, പ്രബോധകർ നശിക്കും, വിശ്വാസികൾ നശിക്കും, സകലതും നശിക്കും. അവിടെയാണ് നമ്മൾ തുടക്കം റോമാലേഖനം വായിച്ചത്. വിശ്വാസം എവിടെ നിന്ന്? കേൾവിയിൽ നിന്ന്. കേൾവിയാകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്ന്. ഇന്ന് ക്രിസ്തുവിനെയാണോ നമ്മൾ കേൾക്കുന്നത്? ആണോ? ക്രിസ്തുവിനെയാണോ കേൾക്കുന്നത്? മറ്റ് പലതിനുമാണോ കേൾക്കുന്നത്? യഥാർത്ഥ ക്രിസ്തുവാണോ നമ്മൾ കേൾക്കുന്നത്? സുവിശേഷത്തിൽ കണ്ട ക്രിസ്തുവാണോ? അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ക്രിസ്തുവാണോ? അപ്പസ്തോലന്മാർ നൽകിയ പ്രബോധനപരമായ സുവിശേഷമാണോ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. അപ്പോൾ പരിശോധിക്കണമെങ്കിൽ പല മാർഗം നമ്മൾ പറഞ്ഞു. ഒന്ന്, അത് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും. ഒരുവന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യാനും അടയാളം ചെയ്യാനും അതേ നാമത്തിൽ അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപം ചെയ്യാനും തിന്മ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യേശുവിനെ പ്രഘോഷിക്കുന്നതും കറക്റ്റായിരിക്കും, യേശുവിനെ പ്രബോധനം നടത്തുന്നതും കറക്റ്റായിരിക്കും. യേശുവിനെ കുറിച്ചുള്ള പ്രബോധനം തെറ്റിക്കഴിഞ്ഞാൽ അവൻ എന്ത് പറ്റും? യേശുവിൻ്റെ നാമത്തിൽ അവന് യാതൊരു വിധത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. അവനപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വൈദ്യസഹായം തേടേണ്ടി വരും. മറ്റു വളഞ്ഞ വഴി അവന് തേടിയേ പറ്റൂ. അവനാണ് യേശുവിനെ നോക്കാതെ വിശുദ്ധരിലൂടെ കാര്യം സാധിക്കുക, മാതാവിലൂടെ കാര്യം സാധിക്കുക, ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്തുക എന്നുള്ള സംഭവത്തിലേക്ക് അവൻ തിരിഞ്ഞു പോകും. അതെവിടെയും പോകും. മന്ത്രവാദത്തിലേക്ക് പോകാം, അന്യാരാധനയിലേക്ക് പോകാം, ഏത് തരത്തിലേക്കും പോകാം. പക്ഷെ സത്യസുവിശേഷമാണ് ഒരു സ്ഥലത്ത് പ്രഘോഷിക്കുന്നതെങ്കിൽ അവിടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതും നടത്തുന്നുണ്ടാവും. അത്ഭുതം അടയാളം മാത്രമുള്ള സ്ഥലം നോക്കിയിട്ട് കാര്യമില്ല. എന്ത് നോക്കണം? പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിശാചുകൾ പുറത്തു പോകും. സ്വഭാവത്തിൽ, ക്യാരക്ടറിൽ വലിയ മാറ്റം ഉണ്ടാകും, മനുഷ്യരിൽ വലിയ മാറ്റം ഉണ്ടാകും, വലിയ ചേഞ്ച് ഉണ്ടാവും. പഴയ മനുഷ്യൻ മാറ്റപ്പെടും, പുതിയ മനുഷ്യൻ അവിടെ സ്ഥാപിക്കപ്പെടും, വലിയ മാറ്റം അവരിലുണ്ടാകും. ഇതൊന്നുമില്ലെങ്കിൽ, ക്യാരക്ടറിൽ വ്യത്യാസമില്ലെങ്കിൽ, പഴയ വ്യക്തി ഇന്നും പഴയത് തന്നെയാണെങ്കിൽ, ശങ്കരൻ ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവരുടെ പ്രബോധനത്തിൽ എവിടെയോ തെറ്റുണ്ട്. ആ പ്രബോധനം തെറ്റാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അത് നടത്തുന്ന ആരാണ്? മോശയുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മോശ വടി താഴെ ഇട്ടപ്പോൾ മന്ത്രവാദികളും വടിയെ പാമ്പാക്കി മാറ്റിയെങ്കിൽ ഇവിടെയും അത് സംഭവിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ദൈവവചനം യഥാർത്ഥമായ രീതിയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, പ്രബോധനം കറക്റ്റാണെങ്കിൽ അവിടെ ശരീരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാനും സാധിക്കും, വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും പിശാചുക്കളെ ബഹിഷ്കരിക്കലും സംഭവിക്കും. ഉറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ബോധ്യമുണ്ടാകണം, ഞാൻ എവിടെ ആയിരിക്കുന്നു, ഞാൻ എന്ത് കേൾക്കുന്നു, എൻ്റെ കേൾവി ശരിയാണോ, ഞാൻ കേൾക്കുന്നത് കറക്റ്റാണെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള പോക്കും കറക്റ്റായിരിക്കും. നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ, ഞാൻ ആ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിലെ എൻ്റെ സുഹൃത്തിനെ പോലെ എഴുതുന്നത് തെറ്റാകുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, ഫിസിക്കൽ ലിമിറ്റേഷനാണ്. ഞാൻ ആ വ്യക്തിയെ കുറച്ച് കാണുകയല്ല, ആ വ്യക്തിയുടെ ലിമിറ്റേഷനാണത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരുത്തിയിട്ട് കാര്യമുണ്ടോ? കാരണം ആൾക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്, എഴുതുന്നത് ഉറപ്പായും തെറ്റും. ഞാൻ കേൾക്കുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ വിശ്വാസവും വ്യർത്ഥം. കേൾവി കറക്റ്റായി മാറാൻ
സത്യസുവിശേഷം കേൾക്കുവാൻ. ആ സത്യസുവിശേഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക സുവിശേഷകർ ദൈവം ഉയർത്തട്ടെ. സത്യസുവിശേഷം പ്രസംഗിക്കുന്ന അനേക മക്കൾ ദൈവം ഉയർത്തട്ടെ. അങ്ങനെ അനേക വിശ്വാസികൾ വളരട്ടെ. ദൈവവചനത്തിൽ അനേക ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം കർത്താവിൻ്റെ വരവിന് വലിയ താമസമൊന്നും ഇല്ല. You know it's not the same as you